ഇയോൺ ആണ്, 2011 വണ്ടിയാണ് വരുന്നത്. ഡിലൈറ്റ് പ്ലസ് ആണ് വേരിയൻറ്റ് വരുന്നത്, സിംഗിൾ ഓണർഷിപ്പാണ് വരുന്നത്. അൾട്ടോ വരുമ്പോഴത്തേക്ക് 2019 വണ്ടിയാണ്, 20,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. VXC ആണ് വേരിയൻറ്റ് വരുന്നത്. XUV 300 ആണ്, 2022 വണ്ടിയാണ് വരുന്നത്. W4 ആണ് വേരിയൻറ്റ് വരുന്നത്, 15,000 കിലോമീറ്ററിനകത്തെ വണ്ടി ഓടിയിട്ടുള്ളൂ. കൈകർ വരുമ്പോഴത്തേക്ക് 2022 വണ്ടിയാണ്. RX T ആണ് വേരിയൻറ്റ് വരുന്നത്, 3500 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. ഗ്രാൻഡറ്റ് നിയോസ് ആണ്, 2021 മോഡൽ സിംഗിൾ ഓണർഷിപ്പാണ് വരുന്നത്, 33,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സ്പോർട്സ് ആണ് വേരിയൻറ്റ് വരുന്നത്. ഹായ് ഫ്രണ്ട്സ്, സനുവാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നേക്കുന്നതെന്ന് പറഞ്ഞാൽ കൊല്ലം ജില്ലയിലാണ് കേട്ടോ. കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കര എന്ന് പറയുന്ന ഭാഗത്താണ് വന്നേക്കുന്നത്. നമ്മൾ സ്ഥിരം ഈ ഷോപ്പിൽ വീഡിയോ ചെയ്യുന്നതാണ്. കാർ ആൻഡ് ബൈക്ക് എന്നാണ് ഷോപ്പിൻ്റെ പേര്. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് 2 വർഷത്തെ വാറണ്ടി എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു ടാഗ് ലൈൻ. എന്ന് പറയുന്ന പോലെ തന്നെ ക്വാളിറ്റിയിൽ യാതൊരു കോംപ്രമൈസും ഇല്ല എന്നുകൂടി ചേർക്കണം. കാരണം അത് പറഞ്ഞതിൻ്റെ കാര്യം എന്ന് പറയുന്നത്, നമ്മളിവിടുന്ന് എടുക്കുന്ന ഒരു വണ്ടിക്ക് 2 വർഷം വാറണ്ടി കൊടുക്കുന്നതിൻ്റെ കൂടെ തന്നെ ഏകദേശം ഒരു 90% വണ്ടിക്ക് വലിയ ഫ്ലഡിൻ്റെതായ പ്രശ്നങ്ങളോ ആക്സിഡൻറ്റ് റീപ്ലേസ്മെൻറ്റ്സോ അങ്ങനെയുള്ളതൊന്നും ഇല്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം അത്രയ്ക്കും പുതിയ വണ്ടികളായിരിക്കും, ചിലപ്പോൾ അധികമായിട്ട് ഓടാത്ത വണ്ടികളായിരിക്കാം. കൂടുതലും ഒരു ഫസ്റ്റ് ഓണർ വണ്ടികൾ തന്നെയൊക്കെയാണ് ഇവിടെ കിടന്ന് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വിശ്വസിച്ച് വണ്ടികൾ എടുക്കാമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പം 90% എന്താ പറഞ്ഞു നിർത്തിയെന്ന് ചോദിച്ചാൽ യൂസ്ഡ് വണ്ടിയാണ് അത്. അപ്പം നമ്മളിപ്പോൾ ഒരാൾ പറഞ്ഞെന്നും പറഞ്ഞുകൊണ്ട് ചാടിക്കയറി വണ്ടി എടുക്കരുതല്ലോ. അപ്പം നിങ്ങൾ നല്ലൊരു മെക്കാനിക്കലിനെ കൊണ്ടുവന്ന് ചെക്ക് ചെയ്ത് വണ്ടികൾ എടുക്കുക എന്നുള്ളതിൻ്റെ ഒരു ഇത് വെച്ചിട്ടാണ് ഞാൻ 10% അല്ലാതെ പറഞ്ഞത്. പക്ഷേ എന്നിരുന്നാൽ പോലും ഞാൻ പോകുന്ന എല്ലാ ഷോപ്പുകളുടെ ഇത് വെച്ച് പറയുകയാണെങ്കിൽ 1-2 ഷോപ്പുകളാണ് നമുക്കിങ്ങനെ വാറണ്ടി അടക്കം കൊടുക്കുന്നത്. അതായത് ഈ 2 വർഷം വാറണ്ടിയൊക്കെ അടക്കം കൊടുക്കുന്ന 1-2 ഷോപ്പുകളേ ഉള്ളൂ. അപ്പോൾ ആ ഷോപ്പുകളെ പറയുന്നത് കൊണ്ടാണ്, അത്രയും പുതിയ വണ്ടികളും കൂടിയൊക്കെ ആയതുകൊണ്ടാണ് നമ്മൾ അത്രയും ഉറപ്പിച്ച് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും യൂസ്ഡ് വണ്ടിയാണ് എടുക്കാൻ വരുമ്പോൾ ഒരു മെക്കാനിക്കലിനെ കൊണ്ടുവന്ന് തന്നെ എടുക്കുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരണം. അപ്പോൾ നിങ്ങൾക്ക് വിശ്വസിച്ച് എടുക്കാവുന്നതും നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വിലയിലൊക്കെ ഉള്ള നല്ല നല്ല വണ്ടികൾ ഇവിടുന്ന് നിങ്ങൾക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ വണ്ടികളുടെ വിശേഷങ്ങളിലോട്ട് പോവുകയാണ്. അഫ്സല, നമസ്കാരം. നമസ്കാരം. അപ്പോൾ നമുക്ക് ഇത്തവണ വണ്ടികളുടെ ഡീറ്റെയിൽസ് പറഞ്ഞു തരാൻ നമ്മൾ അഫ്സലാണ് കൂടെ വന്നേക്കുന്നത്. അഫ്സല, ഈ ഷോപ്പ് കറക്റ്റ് എവിടെയായിട്ടൊന്ന് പറഞ്ഞു? നമുക്ക് ഷോറൂം വരുന്നത് കൊട്ടാരയ്ക്ക് ട്രിവാൻഡ്രം മുകളിലാണ് നമുക്ക് ഷോറൂം വരുന്നത്. ലോവർ കരിക്കത്താണ്, നിയർ എഴുത്താണി ഹോട്ടലിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ ഷോറൂം വരുന്നത്. കാർ ആൻഡ് ബൈക്ക്. അതെ. ഏകദേശം എത്ര രൂപ തൊട്ടുള്ള വണ്ടികളാണ്? നമുക്ക് 2 ലക്ഷം രൂപ ബഡ്ജറ്റുള്ള വണ്ടിയോട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾ ടാഗ് ലൈൻ എന്ന് പറയുന്നത് 2 വർഷം വാറണ്ടിയാണ്. വണ്ടികൾക്ക് അതിൻ്റെതായ ക്വാളിറ്റിയും കാര്യങ്ങളും ഉറപ്പായിട്ടുണ്ട്. അത് ഞാനും തുടക്കം അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എക്സിക്യൂട്ടീവ് എന്ന നിലയിൽ താങ്കളോടുകൂടി ഒന്ന് ഉറപ്പിച്ചതാണ്. വണ്ടി ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് നമ്മുടെ ഉള്ളത്. ഫ്ലഡ് റീപ്ലേസ്മെന്റ്സ് അങ്ങനെയുള്ള വണ്ടികളൊന്നുമില്ല. ഒന്നുമില്ല. ഫ്ലഡോ കിലോമീറ്റർ ടാമ്പിങ്ങോ ഒപ്പം അടിച്ച വണ്ടിയൊന്നും നമ്മുടെ കിടപ്പില്ല. ഓക്കെ. അപ്പോൾ നമുക്ക് വണ്ടികളുടെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഉറപ്പായിട്ടും. ഇത് വരുന്നത് 2016 വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന എറ പ്ലസ് ആണ് വേരിയന്റ് വരുന്നത്. കിലോമീറ്റർ 46,000 സംതിങ് കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. നമുക്ക് റേറ്റ് വരുമ്പോഴത്തേക്ക് 288 പ്രൈസ് വരുന്നത്. 288? 14 അല്ലേ മോഡൽ? 16. റീപ്ലേസ് ആയിട്ടൊന്നുമില്ലേ? ഒന്നുമില്ല. വണ്ടി കാണാനൊക്കെ അത്യാവശ്യം വൃത്തിയുണ്ട്. പക്ഷേ ഈ സീറ്റ് അല്പം മോശമാണ്. അത് ഈ സീറ്റ് കീറിയിരിക്കുന്നത് നിങ്ങൾ ക്ലിയർ ചെയ്ത് കൊടുക്കും. ഓക്കെ. ബാക്ക് സൈഡൊക്കെ നോക്കിയാലും വണ്ടി കാണാനൊക്കെ വൃത്തിയായിട്ട് തന്നെ പോകുന്നുണ്ട്. ടയേഴ്സ് ആവറേജ് ടയേഴ്സ് കിടക്കുന്നത്. റീപെയിന്റോ അങ്ങനെ എന്തെങ്കിലും കയറിയിട്ടുണ്ടോ? ഒന്നുമില്ല. ഇല്ല. ഫസ്റ്റ് ആ ഇറങ്ങിയ പെയിന്റ് തന്നെ. ഓക്കെ. എത്ര രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഇറക്കാൻ പറ്റുമത്? നമുക്കിത് 0 ഇറക്കി തരാൻ കൊടുക്കാം. 0 ഡൗൺ പേയ്മെന്റ് കിട്ടുന്നുണ്ടാണോ? പിന്നെ ഇതിൽ ചെറിയ അത് ക്ലിയർ കോർണർ സ്ക്രാച്ചിൽ ക്ലിയർ ചെയ്യും. ഇത് വരുമ്പോഴത്തേക്ക് 2023-24 വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന 15,000 കിലോമീറ്ററിനകത്തെ വണ്ടി ഓടിയിട്ടുള്ളൂ. ജെനുവിൻ കിലോമീറ്റർ ആണ്. ZX ആണ് വേരിയന്റ് വരുന്നത്. നമുക്ക് റേറ്റ് വരുമ്പോഴത്തേക്ക് ഫസ്റ്റ് ടയർ എന്നാന്നുള്ളത് ഫുൾ ഓപ്ഷന്റെ തൊട്ട് താഴെ ZX ആണ്. പ്ലസ് അല്ലേ? എന്നാലും പുഷ് സ്റ്റാർട്ട് ബട്ടണും കാര്യമൊക്കെ എല്ലാം വരുന്നുണ്ട്. പ്രൊജക്ട് ഹെഡ് ലാമ്പ് ഒഴിച്ച് ബാക്കി എല്ലാം വരുന്നുണ്ട്. ഈ ആൻഡ്രോയിഡ് സിസ്റ്റം ഇതിൽ തന്നെ ഉള്ളതല്ലേ? കമ്പനി ഇൻബിൽട്ട് തന്നെ. ഈ സീറ്റ് കവറൊക്കെ ചെയ്തിട്ടുണ്ട്, ഫോർമാറ്റ് ഉണ്ട്, ഫോർ വീലർ അങ്ങനെയുള്ള എല്ലാ ഓപ്ഷൻസും വന്നിട്ടുണ്ട്. ഓക്കെ. എത്ര ചോദ്യം? ഇത് വരുമ്പോഴത്തേക്ക് 798 നമുക്ക് പ്രൈസ് വരുന്നത്. 2 വർഷം വാറണ്ടിയാണ് നമുക്ക് തന്നെ താടായിട്ട് വരുന്നുണ്ട്. ഈ 798 എന്ന് പറയുമ്പോൾ ഈ വണ്ടി ഇറങ്ങിയപ്പോൾ എന്തോ ഉണ്ട് വില? വണ്ടി ഇറങ്ങിയപ്പോൾ ഏകദേശം ഒരു 10 പുറത്ത് ആ റേഞ്ച് വരുന്നുണ്ട്. ഓ, 15 ഓടിയിട്ടുള്ളൂ അല്ലേ? 15 ഓടിയിട്ടുള്ളൂ ആണ് ഈ റേഞ്ച് ചോദിക്കുന്നത്. വെരി ഗുഡ്. വണ്ടിക്ക് വേറെ റീപ്ലേസ്മെന്റ്സ് ഒന്നുമില്ല. ഗ്രാൻഡറ്റ് നിയോസ് ആണ്. 2021 മോഡൽ സിംഗിൾ ഓണർഷിപ്പാണ് വരുന്നത്.
33,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സ്പോർട്സ് ആണ് വേരിയന്റ് വരുന്നത്. ഫസ്റ്റ് ടയറാണോ സെക്കൻഡ് ടയർ? ഫസ്റ്റ് ടയറാണ്. ഫസ്റ്റ് ടയർ. സ്പോർട്സ് എന്ന് പറയുമ്പോൾ ടോപ്പ് അല്ലേ? ടോപ്പാണ്. സ്റ്റിയറിംഗ് കൺട്രോൾസ് ഒക്കെ വരുന്ന മോഡലാണ്. ഒരു ആൻഡ്രോയിഡ് സിസ്റ്റം വരുന്നുണ്ട്. മാനുവലാണ്. ഇത് മൈലേജ് എന്താണ്? മൈലേജ് വരുമ്പോഴത്തേക്ക് ഒരു 18+ ആ റേഞ്ച് നോക്കാം. പെട്രോൾ അല്ലേ? പെട്രോൾ പഴയിട്ട് കിട്ടൂടെ? ആ ഓക്കെ. വണ്ടി നല്ല വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. റീപ്ലേസ്മെന്റ്സ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ടയറൊക്കെ അത്യാവശ്യം നല്ല ടയറും കിടപ്പുണ്ട്. ഫസ്റ്റ് ടയറാണെങ്കിൽ പോലും ടയറങ്ങ് ഓടി തേഞ്ഞിട്ടില്ല. വണ്ടി ഓവറോൾ കാണാനൊക്കെ ഉള്ള റീപ്ലേസ് ആയിട്ടൊന്നുമില്ല. എത്ര ചോദ്യം വരുമ്പോൾ 595 നമുക്ക് പ്രൈസ് വരുന്നത്. 595. അതെ. ഇതും ഫുൾ ഓൺ കയറുന്ന വണ്ടിയാണോ? ഫുൾ ഓൺ കയറുന്ന വണ്ടിയാണ്. പച്ച കളറാണല്ലേ? കറുപ്പല്ല, പച്ചയല്ല, ഒരു ഡെനിം ബ്ലൂ എന്നാണ് അതിന് പറയുന്നത്. ഡെനിം ബ്ലൂ. കിഡ് വരുമ്പോഴത്തേക്ക് 2017 വണ്ടിയാണ്. 40,000 കിലോമീറ്റർ വണ്ടി പോയിട്ടുണ്ട്. RXT ആണ് വേരിയന്റ് വരുന്നത്. RXT എന്ന് പറയുമ്പോൾ മിഡിലാണോ? ടോപ്പ് വേരിയന്റ് ആണ്. ടോപ്പ്. ഇത് ഓട്ടോമാറ്റിക് ആണോ? മാനുവലാണ്. ഓക്കെ. ടയേഴ്സ് ആവറേജ് ടയേഴ്സാണ്. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. നല്ല വൃത്തിയുള്ള ഒരു സീറ്റ് കവറൊക്കെ ചെയ്തിട്ടുണ്ട്. ആൻഡ്രോയിഡ് സിസ്റ്റം ഇതിൽ വരുന്നത് കമ്പനി ഇൻബിൽറ്റ് തന്നെയാണ് വരുന്നത്. ഇതും 2 ഡോർ പവറിൻ്റെ ആണോ? 2 ഡോർ പവറിൻ്റെ വരുന്നുള്ളൂ. വണ്ടിക്ക് കൊള്ളാം. നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കും. ബാക്ക് സൈഡ് നോക്കിയാൽ വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നത്. എത്ര ചോദ്യം വരുന്നത്? 310 നമുക്ക് ചോദ്യം വരുന്നത്. 310. ഇത്തിരി കളർ ഫെയ്ഡ് വന്നിട്ടുണ്ടല്ലേ അതിനകത്ത് ചെറിയ തോതിൽ? ഇല്ല, അത് ക്ലിയർ ചെയ്ത് കൊടുക്കാം, കുഴപ്പമില്ല. കുറച്ച് റീപെയിൻറ്റ് ചെയ്യാനും ഉണ്ട്. അതൊക്കെ ചെയ്ത് കൊടുക്കാം, ക്ലിയർ ചെയ്യാം. 310 എന്നുള്ള എന്തെങ്കിലും കുറയൂടെ? മാക്സിമം ചെയ്ത് കൊടുക്കാം, കുഴപ്പമില്ല. XUV 300 ആണ്. 2022 വണ്ടിയാണ് വരുന്നത്. W4 ആണ് വേരിയന്റ് വരുന്നത്. 15,000 കിലോമീറ്ററിനകത്തെ വണ്ടി ഓടിയിട്ടുള്ളൂ. ഫസ്റ്റ് ടയറാണ്. ഡീസലാ പെട്രോളാ? പെട്രോളാണ്. വണ്ടി കാണാനൊക്കെ കൊള്ളാം. ഇത് ടോപ്പ് വേരിയന്റ് ആണോ മിഡിലാണോ? ബേസ് ആണ്. അപ്പൊ ഈ ആൻഡ്രോയിഡ് സിസ്റ്റം ഒക്കെ പ്രത്യേകം ഡീസൽ ചെയ്താണ്. ഈ വണ്ടിക്ക് പക്ഷെ നല്ല വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. 15,000 ഓടിയുള്ള അതിൻ്റെതായ വൃത്തി അതിൽ കാണാനുണ്ട്. റീപ്ലേസ് ആയിട്ടൊന്നുമില്ലല്ലോ? ഒന്നുമില്ല. ഇത് മൈലേജ് എങ്ങനെയായിരിക്കും? ഇത് മൈലേജ് ഒക്കെ വരുമ്പോഴത്തേക്ക് ഒരു 15-നകത്ത് ആ റേഞ്ച് മൈലേജ് ഉണ്ട്. പിന്നെ വണ്ടി കാണാനൊക്കെ. എത്ര ചോദ്യം? ഇത് വരുമ്പോഴത്തേക്ക് 798 നമുക്ക് പ്രൈസ് വരുന്നത്. 798. ഇത് എങ്ങനെയാ? 50 രൂപ, 1 ലക്ഷം, അങ്ങനെ എത്ര മുടക്കി ഇറക്കാൻ പറ്റുന്നത്? നമുക്കൊരു 50 രൂപ അടയ്ക്കാനും എടുക്കാം, കുഴപ്പമില്ല. പ്രൊഫൈലാണെങ്കിൽ നമുക്ക് 0 ചെയ്ത് കൊടുക്കാം. നല്ല പ്രൊഫൈലാണെങ്കിൽ. ഇയോൺ ആണ്. 2011 വണ്ടിയാണ് വരുന്നത്. ഡിലൈറ്റ് പ്ലസ് ആണ് വേരിയന്റ് വരുന്നത്. സിംഗിൾ ഓണർഷിപ്പ് ആണ് വരുന്നത്. കിലോമീറ്റർ 65 ഓടിയിട്ടുണ്ട്. ഇത് ഇച്ചിരി ഓടി. ഒന്നും വലിയ ഓട്ടമല്ല, 11 വണ്ടിയല്ലേ. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. സീറ്റ് കവർ ഈ ഇയോണിന്റെ കാർ എടുക്കുമ്പോൾ മാത്രം സീറ്റ് കവർ മോശം. അത് ക്ലിയർ ചെയ്ത് കൊടുക്കാം, കുഴപ്പമില്ല. ക്ലിയർ ചെയ്യാം. എത്ര ചോദിക്കുന്നത്? ഇത് വരുമ്പോഴത്തേക്ക് 178 നമുക്ക് പ്രൈസ് വരുന്നത്. 178. ബാക്ക് സൈഡ് പോലെ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. ടയറൊക്കെ ഒരു ആവറേജ് ടയേഴ്സും ഉണ്ട്. റീപ്ലേസ് ആയിട്ടൊന്നും ഇല്ല. താനും ഈക്ക് വരുമ്പോഴത്തേക്ക് 2020 വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് വരുന്ന 40-something കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. ടയേഴ്സൊക്കെ ആവറേജ് ടയേഴ്സ് കിടപ്പുണ്ട്. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. AC അല്ലേ? AC. എന്താ മൈലേജ് ആണിത്? മൈലേജ് എന്താണ്? മൈലേജ് ഒക്കെ വരുമ്പോഴത്തേക്ക് ഒരു 14-നകത്ത് മൈലേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല സീറ്റ് കവേഴ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഫ്ലോർ മാറ്റ് ഉണ്ട്. ആ രീതിയിൽ വണ്ടി കൊള്ളാം. വണ്ടി കാണാനൊക്കെ വൃത്തിയായിട്ട് തന്നെ ഇരിക്കുക. എത്ര ചോദ്യം? നമുക്ക് റേറ്റ് വരുമ്പോഴത്തേക്ക് 458 പ്രൈസ് വരുന്നത്. 458. എന്തെങ്കിലുമൊക്കെ കുറയൂ? അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം, കുഴപ്പമില്ല. എത്ര രൂപ നമുക്ക് ഇറക്കാൻ പറ്റിയ വണ്ടി? നമുക്ക് 0 ഉണ്ടെങ്കിലും ചെയ്ത് കൊടുക്കാം. 0 ഡൗൺ. ഐറ്റം വരുമ്പോഴത്തേക്ക് 2019 വണ്ടിയാണ്. 66,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സ്പോർട്സ് ആണ് വേരിയന്റ് വരുന്നത്. നല്ല ടയേഴ്സ് ആണല്ലോ. പുതിയ ടയറാണോ ഇട്ടേക്കുന്നത്? പുതിയ ടയർ ഇട്ടേക്കുന്നത്. മാനുവലാണ്. സ്റ്റിയറിംഗ് കൺട്രോൾസ് ഒക്കെ വരുന്ന മോഡലാണ്. അതേപോലെ 4 ഡോർ പവർ വിൻഡോ, ആൻഡ്രോയിഡ് സിസ്റ്റം, അങ്ങനെയുള്ള എല്ലാ സവിശേഷതകളും ഉള്ള വണ്ടി കാണാനും കൊള്ളാം. നല്ല വൃത്തിയായിട്ടിരിപ്പുണ്ട്. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ബാക്ക് ടയറൊക്കെ പുത്തൻ ടയർ തന്നെ. ബാക്ക് സൈഡ് നോക്കിയാലും ബാക്ക് AC ഒക്കെ വരുന്ന മോഡലാണ്. എത്ര ചോദ്യം? ഇത് വരുമ്പോഴത്തേക്ക് 495 വരും. 495. ഒരു ഇല്ലെങ്കിൽ ഇത് ഇറക്കാം, ചെയ്ത് കൊടുക്കാം. ഫുൾ ഓൺ ചെയ്ത് കൊടുക്കാം. ഗ്ലാൻസ് വരുമ്പോഴത്തേക്ക് 2022 വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന V ആണ് വേരിയന്റ്. ടോപ്പ് വേരിയന്റ് ആണ് വരുന്നത്.
കിലോമീറ്റർ 12,000 സംതിങ് കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. നിങ്ങൾ എവിടെ പോയാടേ ഇത്രയും കിലോമീറ്റർ കുറഞ്ഞ വണ്ടികളൊക്കെ തപ്പിക്കൊണ്ട് വരുന്നത്? നമുക്ക് അതുകൊണ്ട് സർട്ടിഫിക്കേഷൻ ഉള്ളൂ. നമുക്ക് അത്രയും ജെനുവിൻ കിലോമീറ്റർ ഉള്ള വണ്ടികൾ നമുക്ക് ചെയ്തു പോലും ഉള്ളൂ. ആൻഡ്രോയിഡ് സിസ്റ്റം ഒക്കെ ഇത് വരുന്നത് എല്ലാം കമ്പനി ഇൻപുട്ട് VLE വേരിയന്റ് വരും. പുഷ് സ്റ്റാർട്ട് ബട്ടൺ ആണോ? പുഷ് സ്റ്റാർട്ട് ബട്ടൺ വരുന്നത്. ഹെഡ് അപ്പ് സ്ക്രീൻ വരുന്നുണ്ട്. 360 ക്യാമറ വരുന്നുണ്ട്. വണ്ടി നല്ല ഭംഗിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. റീപ്ലേസ്മെന്റ്സ് എന്തെങ്കിലും? ഒന്നുമില്ല. ടയേഴ്സ് ആവറേജ് 12,000 കിലോമീറ്റർ ഓടിയ പുതിയ വണ്ടി. ആവറേജ് കൂടുതൽ എന്ന് പറയാൻ വന്നേടാ, നീ ക്ഷമിച്ചേളാ. വണ്ടിക്കകമൊക്കെ കൊള്ളാം. നല്ലൊരു അലോയ് വീൽസ് കിടപ്പുണ്ട്. ഒറ്റ കളറാണ്, ഡുവൽ ടോൺ ഒന്നുമല്ല, ഒറ്റ കളറാണ്. ഓക്കെ. എത്ര ചോദ്യം? ഇത് ചോദ്യം വരുന്നത് 895 നമുക്ക് പ്രൈസ് വരുന്നത്. 895. എക്സ്പ്രസർ വരുമ്പോഴത്തേക്ക് 2022 വണ്ടിയാണ്. സിംഗിൾ ഓൺഷിപ്പ് വരുന്ന VXA പ്ലസ് ആണ് വേരിയന്റ് വരുന്നത്. വണ്ടി 17,000 കിലോമീറ്ററേ ഓടിയിട്ടുള്ളൂ. ഫസ്റ്റ് ടയർ തന്നെ. അപ്പം റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും? ഒന്നുമില്ല. വണ്ടിക്കകം നോക്കുകയാണ്. ഇത് ഏത് വേരിയന്റ് ഏതാ? VXA പ്ലസ് ആണ്, ഏറ്റവും ടോപ്പ് വേരിയന്റ് ആണ്. ഏറ്റവും ടോപ്പ്. സ്റ്റിയറിംഗ് കൺട്രോൾസ് ഒക്കെ വരുന്ന മോഡലാണ്. ഇത് ഈ എക്സ്പ്രസ് ആകുമ്പോൾ 2 ഡോർ അല്ലേ? 2 ഡോറേ വരുന്നുള്ളൂ. ഇത് വരുന്നുള്ളൂ. ടോപ്പ് വേരിയന്റ് 2 ഡോറേ കൊടുക്കുന്നുള്ളൂ. ബാക്ക് ടയർ ഒക്കെ കൊള്ളാം. എത്ര ചോദ്യം? നമുക്ക് പ്രൈസ് വരുന്നത് 485 ആണ് പ്രൈസ് വരുന്നത്. 485. ഇറങ്ങിയപ്പോൾ എന്തോ ആണ്? ഇറങ്ങിയപ്പോൾ നമുക്ക് 8 പുറത്ത് ആ റേഞ്ച് വരുന്നു. ടോപ്പ് വേരിയന്റ് അല്ലായിരുന്നു. ഓ അങ്ങനെ. സെലിയർ വരുമ്പോഴത്തേക്ക് 2022 വണ്ടിയാണ്. ZXA പ്ലസ് ആണ് വേരിയന്റ് വരുന്നത്. അപ്പോൾ ടോപ്പ്. ഏറ്റവും ടോപ്പ് വേരിയന്റ് ആണ്. കിലോമീറ്റർ വരുമ്പോഴത്തേക്ക് ഏകദേശം ഒരു 12,000 കിലോമീറ്ററിനകത്തെ വണ്ടി ഓടിയിട്ടുള്ളൂ. 12,000 കിലോമീറ്റർ? നിങ്ങളിതേ ഞാൻ നേരത്തെ ചോദിച്ച പോലെ നമുക്കെല്ലാം ലോ കിലോമീറ്റർ ആയിട്ടുള്ള വണ്ടികളാണ് നിലവിൽ കിടക്കുന്നത്. തെരഞ്ഞു പിടിച്ചെടുക്കുവാണ് ഉറപ്പായിട്ടും. കൊള്ളാം, വണ്ടി കൊള്ളാം. സീറ്റ് കവർ ഇല്ല എന്നുള്ള ഒറ്റ കുറവേ ഞാൻ നോക്കിയിട്ടുള്ളൂ. ഇതും 2 ഡോർ പവർ വിൻഡോ ആണോ? അതാ 4 ഡോർ. ZXA പ്ലസ് അല്ലേ. സെലേറിയൊക്കെ വരുന്നുണ്ട്. 4 ഡോർ കൊടുക്കുന്നുണ്ട് അവർ, കമ്പനി കൊടുക്കുന്നുണ്ട്. ഓക്കെ. വണ്ടിക്കകം കൊള്ളാം. ഇത് എങ്ങനെ 2 എയർ ബാഗ് അല്ലേ? 2 എയർ ബാഗ് ആണ് വരുന്നത്. റീപ്ലേസ് ആയിട്ടൊന്നുമില്ല? ഒന്നുമില്ല. എത്ര ചോദിക്കുന്നത്? നമുക്ക് പ്രൈസ് വരുമ്പോഴത്തേക്ക് 6,45,000 രൂപ നമുക്ക് പ്രൈസ് വരുന്നത്. കുറയോടെ എന്തെങ്കിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും, കുഴപ്പമില്ല. ഈവൺ വരുമ്പോഴത്തേക്ക് 2012 വണ്ടിയാണ്. 63,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. സ്പോർട്സ് ആണ് വേരിയന്റ് വരുന്നത്. ടയർ സെക്കൻഡ് 8 ഓടിയ ടയറല്ലേ? ഒരു ആവറേജ് ടയർ നമുക്ക് പറയാൻ പറ്റുള്ളൂ. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. 2 ഡോർ പവർ വിൻഡോ, സ്റ്റീരിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം വണ്ടി കാണാനും വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. വലിയ മേളമായിട്ടല്ലെങ്കിലും വലിയ തരക്കേടില്ലാത്ത വൃത്തിയും കാര്യങ്ങളും ഉണ്ട്. ഫ്ലോർ മാറ്റൊക്കെ അടിച്ച വണ്ടിയാണ്. പെയിന്റ് കയറിയിട്ടുണ്ടോ? റീപെയിന്റ് ബമ്പർ കോർണർ എന്തെങ്കിലുമൊക്കെ പെയിന്റ് 12 വണ്ടിയില്ലേ? ഓക്കെ. എത്ര ചോദ്യം? റേറ്റ് വരുമ്പോഴത്തേക്ക് 198 നമുക്ക് പ്രൈസ് വരുന്നത്. 198. അതിൽ നിന്ന് കുറയുമല്ലോ. അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഈ ചെയ്ത് കൊടുക്കാൻ ചെറിയ കുറവാണ് നീ ഉദ്ദേശിക്കുന്നത്? മാക്സിമം ചെയ്ത് കൊടുക്കാൻ. അൾട്ടോ വരുമ്പോഴത്തേക്ക് 2019 വണ്ടിയാണ്. 20,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. VXA ആണ് വേരിയന്റ് വരുന്നത്. VXA 2 ഡോർ പവർ വിൻഡോ ആണല്ലേ? 2 ഡോർ പവർ ഉണ്ട്. അൾട്ടോയ്ക്ക് 2 ഡോർ പവർ വിൻഡോ കൊടുക്കുന്നു. വണ്ടിക്കകം നോക്കുവാണെങ്കിലും അത്യാവശ്യം നല്ല വൃത്തിയായിട്ടൊക്കെ തന്നെ ഇരിപ്പുണ്ട്. സീറ്റ് കവറൊന്നും കീറിയൊന്നും ഇരിപ്പില്ല, വൃത്തിയായിട്ട് തന്നെ ഇരിക്കുകയാണ്. ഫ്ലോർ മാറ്റൊക്കെ അടിച്ചിട്ടുണ്ട്. എത്ര ചോദ്യം? നമുക്ക് പ്രൈസ് വരുന്നത് 358 പ്രൈസ് വരുന്നത്. അതിലെന്തെങ്കിലുമൊക്കെ ഒരു വ്യത്യാസം വരൂലേ? ചെയ്ത് കൊടുക്കാം, കുഴപ്പമില്ല. ടയർ ആവറേജ് ടയേഴ്സാണ്. റീപ്ലേസ് ആയിട്ട് ഒന്നുമില്ല. ഒരു ഫുൾ ലോൺ കയറാവുന്ന വണ്ടിയാണ്. ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം പറ്റും, ഉറപ്പായിട്ടും. വാഗണർ വരുമ്പോഴത്തേക്ക് 2022 വണ്ടിയാണ്. VXA ആണ് വേരിയന്റ് വരുന്നത്. 33,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. ഫസ്റ്റ് ടയർ തന്നെ. ടയർ പക്ഷേ അത്യാവശ്യം ടയേഴ്സ് ഉണ്ട്. എത്ര ഓടിയെന്ന് പറഞ്ഞ കിലോമീറ്റർ? 33,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. 33 ഓടിയിട്ടും വണ്ടി നല്ല വൃത്തിയായിട്ട് തന്നെ വൃത്തിയായിട്ടാണ് സൂക്ഷിക്കുന്നത്. നല്ല സീറ്റ് കവേഴ്സ് കാര്യങ്ങൾ വണ്ടിക്കകമൊക്കെ കാണാനും വൃത്തിയായിട്ടിരിപ്പുണ്ട്. ഓവറോൾ വണ്ടി കൊള്ളാം. റീപ്ലേസ് ആയിട്ടൊന്നുമില്ലേ? ഒന്നുമില്ല. എത്ര ചോദിക്കുന്നത്? നമുക്ക് പ്രൈസ് വരുന്നത് 588 പ്രൈസ് വരുന്നത്. 588. ഇത് ഫുൾ ലോൺ കയറും അതോ 50 രൂപ എല്ലാം തരേണ്ടി വരും? നമുക്ക് മാക്സിമം ഫുൾ ലോൺ തന്നെ ചെയ്ത് കൊടുക്കാൻ പറ്റും. കൈകർ വരുമ്പോഴത്തേക്ക് 2022 വണ്ടിയാണ്. RX T ആണ് വേരിയന്റ് വരുന്നത്. 3,500 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. ഓട്ടോമാറ്റിക് ആണ് കേട്ടോ. ഓട്ടോമാറ്റിക്. അപ്പോൾ മൈലേജ് എങ്ങനെയാണ്? മൈലേജ് വരുമ്പോഴത്തേക്ക് ഏകദേശം ഒരു 15-നകത്ത് മൈലേജും കിട്ടും. 15. ഇത് ടോപ്പ് വേരിയന്റ് ആണോ? ടോപ്പ് വേരിയന്റ്. അപ്പം 4 ഡോർ പവർ വിൻഡോയും ആൻഡ്രോയിഡ് സിസ്റ്റം ഒക്കെ ഉള്ള വണ്ടി തന്നെയാണ്. വണ്ടി പിന്നെ 3,500 ഓടിയുള്ളൂ. വേറെ നമ്മളിതിനകത്ത് എന്ത് പറയാനാണ്. ബാക്ക് AC വെൻ്റൊക്കെ വരുന്ന മോഡലാണ്.
ഫസ്റ്റ് ടയർ, നല്ല അലോയ് വീൽസ്. റീപ്ലേസ്മെൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. എത്ര ചോദിക്കുന്നത്? നമുക്ക് പ്രൈസ് വരുമ്പോഴത്തേക്ക് 895 പ്രൈസ് വരുന്നത്. 895. ഇറങ്ങിയപ്പോൾ എന്താ വേണം? ഇറങ്ങിയപ്പോൾ ഏകദേശം 12.25 ആ റേഞ്ച് വരുന്നുണ്ട്. പെട്രോൾ തന്നെയല്ലേ? പെട്രോൾ വണ്ടിയാണ്. വണ്ടി ബ്ലാക്ക് കളറാണ്, കാണാൻ നല്ല സ്റ്റൈലാണ് വണ്ടി. i10 വരുമ്പോഴത്തേക്ക് 2019-20 വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് വരുന്ന 56,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. മാഗ്നയാണ് വേരിയൻ്റ് വരുന്നത്. ടയർ ആവറേജ് ടയർ. മാഗ്ന എന്ന് പറയുമ്പം മിഡിലാണ്. ഓക്കെ. സ്റ്റിയറിംഗ് കൺട്രോൾസ് ഒക്കെ വരുന്നുണ്ട്. ഫോർഡ് പവർ വിൻഡോയാണ്. മിറർ അഡ്ജസ്റ്റ്മെൻറ്റ്സ് വരുന്നുണ്ട്. നല്ലൊരു സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. ഫ്ലോർ മാറ്റ് അടിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള എല്ലാം ഉണ്ട്. ബാക്ക് സൈഡ് നോക്കിയാലും വണ്ടി കാണാനൊക്കെ വൃത്തിയാണ്. പക്ഷെ ബാക്ക് AC വെൻ്റ് വരുന്ന മോഡൽ. AC വെൻ്റ് വരുന്നുണ്ട്. ഈ റേസ് വെൻ്റ് വരുന്നുണ്ട്. ഓക്കെ. എത്ര ചോദ്യം? 495 നമുക്ക് പ്രൈസ് വരുന്നത്. 495. 1.2 പെട്രോൾ. മൈലേജ് ഒരു 14-15 അറേഞ്ച് കിട്ടും. റേഞ്ച്. ഓക്കെ. ഒരു 14 കൂട്ടിയാൽ മതി എന്നാണ് എൻ്റെ ഒരു കണക്ക്. അൾട്ടോ വരുമ്പോഴത്തേക്ക് 2022 വണ്ടിയാണ്. 40-something കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. VX ആണ് വേരിയൻ്റ് വരുന്നത്. ഫസ്റ്റ് ടയറാണ്. ടയർ മൊട്ടയാണ്. മാറി കൊടുക്കാം, അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം, കുഴപ്പമില്ല. ഓക്കെ. നല്ല സീറ്റ് കവേഴ്സ് ചെയ്തിട്ടുണ്ട്. വണ്ടിക്കകം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2 ഡോർ പവർ വിൻഡോയാണ്. വണ്ടി ഓവറോൾ കാണാനൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. അതിലൊന്നും കുഴപ്പമില്ല. ഫ്ലോർ മാറ്റൊക്കെ അടിച്ചിട്ടുണ്ട്. പിന്നെ പുതിയ വണ്ടികളായതുകൊണ്ട് തുരുമ്പ് പ്രശ്നങ്ങൾ അങ്ങനെയുള്ളതൊന്നും വരുത്തില്ലല്ലോ. അതുകൊണ്ട് ആ വക നോട്ടങ്ങൾ നോക്കുന്നില്ല. വണ്ടികൾ ഓവറോൾ നല്ല വണ്ടികളാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ബാക്ക് സൈഡൊക്കെ നല്ല വൃത്തിയായിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ മാത്രം ടയേഴ്സ് എല്ലാം മോശമാണ്. എല്ലാ ടയറും മാറി തരുമോ? നമുക്ക് അത്യാവശ്യം ചെയ്ത് കൊടുക്കാം. 2 ടയർ മാറി കൊടുക്കാം നമുക്ക്. 2 ടയർ മാറി. കിഡ് വരുമ്പോഴത്തേക്ക് 2017 വണ്ടിയാണ്. RX-T ആണ് വേരിയൻ്റ് വരുന്നത്. ഓട്ടോമാറ്റിക് ആണ്. 60,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. ടയർ ഇതിൽ മോശം ടയറാണ്. ഫ്രണ്ട് ടയർ മോശമാണ്. ബാക്ക് ടയർ ഒരു ആവറേജ് ടയേഴ്സ് കിടപ്പുണ്ട്. വണ്ടിക്കകം നോക്കുകയാണെങ്കിൽ ഈ ആൻഡ്രോയിഡ് സിസ്റ്റം ഒക്കെ ഇത് വരുന്നതാണ്. കമ്പനി ഇൻബിൽറ്റ് തന്നെ. ഓക്കെ. വണ്ടിക്കകം നല്ല ഭംഗിയായിട്ട് ഇരിപ്പുണ്ട്. നല്ലൊരു സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. ഫ്ലോർ മാറ്റൊക്കെ ചെയ്തിട്ടുണ്ട്. 2 ഡോർ പവർ വിൻഡോയാണ്. എത്ര ചോദിക്കുന്നത്? നമുക്ക് റേറ്റ് വരുമ്പോഴത്തേക്ക് 318 വരുന്നത്. റേറ്റ് 318. ഇത് മൈലേജ് എന്താണ്? മൈലേജ് ഒക്കെ വരുമ്പോഴത്തേക്ക് ഏകദേശം ഒരു 17-18 ആ റേഞ്ച് മൈലേജ് വരുന്നുണ്ട്. 17-18. റീപ്ലേസ് ആയിട്ടൊന്നുമില്ലല്ലോ? ഒന്നുമില്ല. അപ്പോൾ നമ്മൾ വണ്ടികളുടെ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വിലയിലുള്ള നല്ല വണ്ടികൾ കാണിച്ചു തരാൻ കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളൊരു വിശ്വാസത്തോടുകൂടി ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണും വരെ ബൈ.